ആകാശത്തുനിന്ന് ഭൂമിക്കുണ്ട് ഇറങ്ങി വാ. എന്ത് സംഗതി പറയും ഓനെ എനിക്ക് വലിയൊരു സംഖ്യ തരാണ്ട്. അതിനവൻ ചെയ്ത പണി കെട്ടുകണജി. നിന്റെ മോളെ കല്യാണത്തിന് വന്നുകാണ്ട് എല്ലാരും എടീന്ന് കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു 10,000 റുപ്യേന്റെ കവറ് തന്നുകാണ്ട് അവനെ ഒരു പോക്കാണ്ട് പോയി. അതിന്റെ ശേഷം പിന്നെ അവനെ കണ്ടിട്ടില്ല. അവനെ തെരഞ്ഞിറങ്ങിയതാണ് ഞാൻ. അവൻ പണിക്ക് പോയിക്കണേ. അവനക്കിന്ന് മറ്റത്തങ്ങാടിയാണ് പണി. കുറച്ച് കഴിഞ്ഞാൽ വരും. ഇജ്ജ് പറഞ്ഞത് നേരെ തന്നെയാണല്ലേ. അവന്റെ പേരക്കാര് പറഞ്ഞതും അതന്നെയാണ്. ഏതായാലും ഓനെ കാണാതെ ഞാൻ പോണില്ല. ആ ഷഫീഖ, അപ്പൊക്ക എന്തിവിടെ വന്ന് അവിടെ വീട്ടിക്ക് പോരായിരുന്നില്ലേ? ഞാൻ അവിടെ പോയിട്ട് വരെന്നെയാണ്. അന്ന് കല്യാണത്തിന്റെ അന്നൊരു നോട്ടം കണ്ടാണ്. പിന്നെ വൈക്കനെ കണ്ടിട്ടില്ല. അല്ല എന്തായിപ്പോ? അതപ്പോക്ക ഞാന് നോക്കണുണ്ട്. ഞാന് വൈകാതെ തന്നെ തരാം. ഇജ്ജ് എന്ന് നോക്കണേ? നോക്കിയാ പോരാ, തരണോ? തരാ. ഞാൻ 10,000 തന്നില്ലേ, ഞാൻ അതന്നെ ഞാന് ഒപ്പിച്ച് തന്നാണ് നിങ്ങക്ക്. ഇജ്ജ് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കാ. ഞാൻ 18 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണത്. ഞാനത് ബാങ്കിൽ ഇട്ടാൽ അതിന്റെ പലിശ വാങ്ങേണ്ടി വരുന്നു വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഇതേമാതിരി കൊടുത്തത്. അപ്പോക്ക ഞാൻ തരാ. 1-2 പൈസ അല്ലല്ലോ നമ്മളെ ചോദിക്കണത്. ഞാൻ തരാ. അല്ല എന്റെ പെണ്ണുങ്ങളെടുത്തൂല്ലേ സ്വർണ്ണൊക്കെ? അത് വിറ്റുകാണ്ട് ഇങ്ങോട്ട് തന്നാളാ. അതിപ്പോ അവള് ഉപയോഗിക്കണത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പെരപ്പണിക്ക് വേണ്ടിയിട്ട് എടുത്തതല്ലേ. എല്ലാരും അങ്ങനെ തന്നെ പറയലേ. ഇന്റെ അടുത്താണ് തെറ്റ്. ഞാൻ തരാൻ പാടില്ലായിരുന്നു. ഞാൻ കൊടുത്തവരൊക്കെ ഞാൻ കൊടുത്ത മാതിരി തിരിച്ചു തന്നില്ല. കാക്ക ഞാനൊരു 6 മാസത്തിനുള്ളില് ഞാൻ എന്തായാലും തരാം. 6 മാസാ? ഏതായാലും അതിന്റെ അങ്ങേപ്പുറം പോരുതിട്ടാ. ഇജിന്റെ കുടുംബക്കാരനായതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. കാക്ക ആയിക്കോട്ടെ. ഞാൻ പ്രതീക്ഷിക്കാതെ 1-2 കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ഈ പറഞ്ഞ സമയത്ത് ഞാൻ തരാം. നിങ്ങൾ വീട്ടിക്ക് വരണ? ഇല്ല, ഞാൻ ഇനി വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നാ ശരി. ആവശ്യപ്പെടാതെ നൽകുന്ന ചിലതൊക്കെ സമ്മാനങ്ങളും സഹായങ്ങളും ഒക്കെയാണ്. മറ്റൊരവസരത്തിൽ അത് തിരിച്ചു കൊടുക്കുക എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ചിലത് തീരാത്ത ബാധ്യതയായി മാറുന്നതും ഹൃദയവേദന തന്നെയാണ്.